നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് തരംതിരിക്കുന്നതിന്റെ രണ്ടാം ഘട്ടം തുടങ്ങി. പുതുതായി സൗദിയിലെത്തുന്ന തൊഴിലാളികൾക്ക് കൂടി പദ്ധതി ബാധകമായതോടെ രാജ്യത്തെ എല്ലാ വിദേശികൾക്കും പുതിയ വർക്ക് പെർമിറ്റ് അനുവദിച്ചു തുടങ്ങി. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് 3 വിഭാഗമായി തരംതിരിക്കുന്നതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത് ജൂലൈ 6-നാണ്. നിലവിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിക്ക് കീഴിൽ വന്നത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിച്ചു. പുതുതായി സൗദിയിലെത്തുന്ന വിദേശ തൊഴിലാളികൾ കൂടി രണ്ടാം ഘട്ടത്തിൽ പദ്ധതിയുടെ കീഴിൽ വന്നു. ഇതോടെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ വിദേശ തൊഴിലാളികൾക്കും ഇനി പുതിയ രീതിയിലുള്ള വർക്ക് പെർമിറ്റാണ് ഇഷ്യൂ ചെയ്യുക. ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ, അടിസ്ഥാന യോഗ്യതയുള്ളവർ എന്നിവയാണ് വർക്ക് പെർമിറ്റിന്റെ 3 വിഭാഗങ്ങൾ. തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, കഴിവ് എന്നിവയ്ക്കനുസരിച്ചാണ് തരംതിരിക്കുന്നത്. നല്ല വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ആദ്യത്തെ 2 വിഭാഗങ്ങളിൽ പെടും. മൂന്നാമത്തെ വിഭാഗമായ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റു യോഗ്യതകൾ ഉണ്ടായിരിക്കുകയും 60 വയസ്സിൽ കൂടുതൽ പ്രായം ഇല്ലാതിരിക്കുകയും വേണം. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഖിവ പ്ലാറ്റ്ഫോം വഴി വർക്ക് പെർമിറ്റിന്റെ തരം മാറ്റാനുള്ള അവസരമുണ്ടാകും. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ മാറ്റം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഒമാനിൽ 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 5 പേർ മരിച്ചു. ദോഫാർ ഗവർണറേറ്റിലെ സലാലയ്ക്ക് സമീപം തുംറയത്തിലുണ്ടായ അപകടത്തിൽ 2ഉം, ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രിക്ക് സമീപത്തുണ്ടായ അപകടത്തിൽ 3 പേരുമാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. മരിച്ച ഒരാൾ ഒമാൻ പൗരനും മറ്റൊരാൾ UAE സ്വദേശിയുമാണ്. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വിമാന കമ്പനികളിൽ നിന്ന് യാത്രക്കാരന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ആകില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഭിന്നശേഷി യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് കക്ഷികളെ ഒഴിവാക്കുന്ന ഫോഴ്സ് മജൂർ കരാർ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. യുദ്ധം, രാഷ്ട്രീയ അസ്വസ്ഥതകൾ, ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിമാനത്താവളം അടച്ചുപൂട്ടൽ, ആരോഗ്യ കാരണങ്ങളിൽ, കാലാവസ്ഥ, പക്ഷിയിടിക്കൽ, നിർമ്മാണ വൈകല്യങ്ങൾ, വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ, പണിമുടക്കുകൾ എന്നിവയാണ് ഫോഴ്സ് മജൂറിന് കീഴിൽ വരുന്ന കേസുകൾ. അതേസമയം വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. വൈകല്യമുള്ള യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും വിമാന കമ്പനികളെ അറിയിക്കണം. പ്രത്യേക ആവശ്യകതകളുള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് വിമാന കമ്പനികളും ഉറപ്പുവരുത്തണം. നാശനഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചാൽ അവയുടെ മൂല്യത്തിന് അനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു. ബദൽ യാത്രയോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ എയർ കാരിയർ പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിന്റെ 200% യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. 24 ഒമാൻ. അമേരിക്കൻ മലയാളി എഴുത്തുകാരി സരോജ വർഗീസിന്റെ കവിതാ സമാഹാരം കമലദളങ്ങൾ പ്രകാശനം ചെയ്തു. ഫൊക്കാന കേരള കൺവെൻഷനിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. വൈറ്റ് ഹൌസ് മിലിറ്ററി വിഭാഗം തലവനായിരുന്ന മഞ്ജു വർഗീസിന്റെ മാതാവാണ് സരോജ വർഗീസ്. അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫൊക്കാനയുടെ 3 ദിവസം നീണ്ടുനിന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിച്ചു. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അഹമ്മദ് കുട്ടി കുവൈറ്റിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കുവൈറ്റ് KMCC ഹെൽപ്പ് ഡെസ്ക് അറിയിച്ചു. ഈ മാസം 18 മുതൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ 5 കുട്ടികൾ. എന്നാൽ മത്സരത്തിന് പോകാനുള്ള ചിലവ് കണ്ടെത്താൻ സാധിക്കാത്തത് വെല്ലുവിളിയാണ്. സെറിബ്രൽ പാൾസി ബാധിതരായ വനിതകളുടെ 5 ദേശീയ ടീമിലാണ് കോഴിക്കോട് നിന്ന് 5 പേർ ഇടം നേടിയത്. ആദ്യമായാണ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീമിന് അവസരം ലഭിക്കുന്നത്. ടീമിന്റെ പ്രഖ്യാപനവും ജേഴ്സി പ്രകാശനവും മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തി. 5 അംഗ ടീമിലെ മുഴുവൻ പേരും കോഴിക്കോട് നിന്ന്. നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്. അത് പ്രത്യേകിച്ച് ക്യാമ്പിൽ സെലക്ട് ചെയ്തത്. അപ്പം ടീച്ചർ സെലക്ട് ചെയ്തിട്ടാണ് ഈ അവസരം കിട്ടിയത്. താങ്ക് യു.
ഈ വലിയ സന്തോഷത്തിലും ആശങ്ക നിഴലിക്കുന്നു. മത്സരാർത്ഥികളുടെ ടിക്കറ്റിനും വിസയ്ക്കുമുള്ള പണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് കാരണം. 5-ൽ 2 പേർക്ക് മാത്രമാണ് സ്പോൺസർമാരെ കിട്ടിയത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ പിന്നിലേക്കാണ്. അപ്പോൾ ഇനിയും 2-3 കുട്ടികൾക്ക് ഇനി ചെയ്യാണ്ട് 2 കുട്ടികൾക്ക് ആരൊക്കെയോ ഇതാക്കി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 3 കുട്ടികളുടെ മോളടക്കം അവന്തികയാണ് മോളെ പേര്. 3 കുട്ടികൾക്ക് ഇപ്പോൾ ഇതാണ് സാമ്പത്തിക പ്രശ്നമാണ്, പൈസേൻ്റെ. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് സ്കൂളിലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം. ഈ മാസം 14-ന് യാത്ര തിരിക്കണം. 18 മുതൽ 23 വരെയാണ് മത്സരം. പല പ്രതിസന്ധികളെ മറികടന്നും പരിമിതികളെ വെല്ലുവിളിച്ചുമാണ് ഈ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നേടിയത്. അത് നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് പരിശീലകർക്കും രക്ഷിതാക്കൾക്കും. 24 കോഴിക്കോട്. പ്രിൻസിപ്പലിനെ മാറ്റാൻ സ്കൂളിലെ കുടിവെള്ള സംഭരണിയിൽ വിഷം ചേർത്തു. കർണാടക ബലഗാവി ഹുലിക്കാട്ടിയിലെ LP സ്കൂളിലാണ് സംഭവം. ശ്രീറാം സേന താലൂക്ക് സെക്രട്ടറി സാഗർ പാട്ടീൽ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. വിഷം ചേർക്കാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപകരണമാക്കിയെന്ന് കണ്ടെത്തി. കൃത്യം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇസ്ലാം മത വിശ്വാസിയായതിന്റെ വിരോധത്തിലാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ മാസം 7 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. വരുന്ന 3 ദിവസം എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നിലവിലുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. ഈ മാസം 7 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നു. 24 തിരുവനന്തപുരം. എറണാകുളത്ത് നവജാത ശിശുവിനെ മറ്റൊരു കുടുംബത്തിന് കൈമാറിയ കേസിൽ അമ്മയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. 4 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് കൈമാറിയത്. ബിനാനിപുരത്തെ വീട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. യുവതിയുടെ ആൺ സുഹൃത്ത് ടോണിയെ റിമാൻഡ് ചെയ്തു. കുഞ്ഞിന്റെ അമ്മയെ വനിതാ കേന്ദ്രത്തിലേക്ക് മാറ്റി. കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്ന് യുവതി കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തുമോ എന്ന ഭയത്തിൽ ഈ കൂട്ടുകാരിയാണ് പോലീസിനെ വിവരമറിയിച്ചത്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായി. സോളദേവനഹള്ളിയിലെ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയെയാണ് സ്വകാര്യ പേയിങ് ഗസ്റ്റ് റെസിഡൻസ് ഉടമ കോഴിക്കോട് സ്വദേശി അഷ്റഫ് പീഡിപ്പിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം PGയിൽ തിരികെ എത്തിച്ചുവെന്നാണ് പെൺകുട്ടി പരാതിയിൽ ആരോപിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരികെ വാർത്തകളിലേക്ക്. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഛത്തീസ്ഗഡ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ. കന്യാസ്ത്രീകൾക്കെതിരായ മൊഴി പോലീസ് ബലമായി ഒപ്പിട്ടു വാങ്ങിയെന്ന് പെൺകുട്ടി 24 പറഞ്ഞു. मारपीट हुआ सर और मारपीट की सर और बोलने लगी तुम लोग घोड़ गवार नीच लोग जाति हो सर बोल के बोल रही थी सर. नीचे इस तरह की जाति लोग हो गिर रहे थे सर और बहुत मार रही थी सर और बहुत गाली गंदा पक रही थी सर. मतलब मैं भी अकेले मारे सर, उन लोग बाहर थे सर. जी सर, मैं अपनी मम्मी पापा को अनुमति लेकर जा रही थी सर और उन लोग मेरे को पैसा भी दिए थे कि अच्छा से जाना बेटा बोल के. जी सर, मैं कंप्लेंट की हूँ कि उन लोग को कड़ी से कड़ी सजा मिले सर. जो हम लोग साथ हुआ किसी लड़के के साथ मत हो सर. മകളെ കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് വിട്ടത് സമ്മതത്തോടെയെന്ന് കമലേശ്വരിയുടെ അമ്മ ബുദിയ പ്രധാൻ 24 പറഞ്ഞു. हाँ, मैं खुद भेजे हूँ मोर लड़की ला, जा बेटी मोला पैसा के व्यवस्था है. पूरा घर में लोन पैसा है? हाँ, लोन पैसा है. लोन कितना लोन है? 1.5 लाख है. प्रेरणा के साथ धर्म परिवर्तन नहीं है ना? नहीं है. ओ हाँ, मैं हाँ सिस्टर मन के खाना बनाए के वाला में मैं हाँ भेजे हूँ. വിഷയത്തിൽ കേരള BJPയുടെ നിലപാട് തെറ്റെന്നും രാജു ചന്ദ്രശേഖർ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ എത്തിയത് തെറ്റാണെന്നും ബജ്രംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മ പറഞ്ഞു.
ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളിൽ ആശങ്ക ബാക്കിയാണ്. കേസ് റദ്ദാക്കാൻ ഇനിയും കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നാണ് മുന്നിലെ പ്രതിസന്ധി. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ വിമർശനം തുടരുകയാണ് കത്തോലിക്ക സഭ. കേസുമായി ബന്ധപ്പെട്ട BJP ഇടപെടലിൽ വിമർശനവുമായി സംഘപരിവാർ മതാചാര്യൻ സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കുള്ള ജാമ്യം താത്കാലിക ആശ്വാസം മാത്രമെന്ന് കുടുംബവും സഭയും പറയുന്നു. കേസ് റദ്ദാക്കിയാലേ സമാധാനമാകൂവെന്ന് കുടുംബാംഗങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്തവര് എന്നെ കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് വിമർശനം. ബജറംഗള്, സംഘപരിവാര് തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, TTEയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക രംഗത്തെത്തി. അതേസമയം വിഷയത്തിൽ BJP നേതൃത്വത്തെ വിമർശിച്ച് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കുറ്റവാളി ആരെന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. സിനിമാ നയരൂപീകരണത്തിനായി സംഘടിപ്പിച്ച 2 ദിവസം നീണ്ടുനിന്ന സിനിമാ കോൺക്ലേവ് സമാപിച്ചു. 9 വിഷയങ്ങൾ മുൻനിർത്തി വിവിധ സെഷനുകളായാണ് കോൺക്ലേവ് പൂർത്തിയായത്. സിനിമാ നയം 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അവകാശപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചുലച്ച മലയാള സിനിമയെ വിവാദമുക്തമാക്കാനുള്ള സർക്കാർ നടപടിയുടെ ആദ്യഘട്ടമായിരുന്നു കോൺക്ലേവ്. 2 ദിവസം നീണ്ട കോൺക്ലേവിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ലിംഗവിവേചനം മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള ഭക്ഷണത്തിലെ വ്യത്യാസം വരെ ചർച്ച ചെയ്തു. സിനിമാ നിർമ്മാണത്തിന് നികുതി ഇളവ് മുതൽ തിയേറ്റർ ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെയുള്ള വിഷയങ്ങളും ചർച്ചയായി. സമാപന സമ്മേളന വേദിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയെന്ന് കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ചോദിച്ചു. നമ്മുടെ സംസ്ഥാനം മലയാള സിനിമയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഏതാനും നമ്മുടെ സ്ത്രീരത്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി അതൊരു വലിയ മുൻകൈ എടുത്തൊരു വലിയ സംരംഭമായിരുന്നു അത്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കണം. എന്ത് സംഭവിച്ചു? മന്ത്രി സജി ചെറിയാൻ്റെ മറുപടി ഇങ്ങനെ. തമ്പി സാർ ചോദിച്ചു എവിടെ പോയെന്ന്. സാറേ, അത് പോകാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ സിനിമാ നയരൂപീകരണത്തിൽ പരിഗണിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉറപ്പ് നൽകി. കോൺക്ലേവിന് ശേഷം തുടർ നീക്കങ്ങൾ ആലോചിക്കാൻ WCC അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി. 24 തിരുവനന്തപുരം. സിനിമാ കോൺക്ലേവിൽ മുതിർന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വിവാദത്തിൽ. സ്ത്രീകളും ദളിത് വിഭാഗക്കാരുമായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകരുത് എന്നായിരുന്നു അടൂരിന്റെ പരാമർശം. പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്ന് തന്നെ എതിർപ്പുയരുകയും ചെയ്തു. പരിശീലനം നൽകണമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗവൺമെന്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. പക്ഷേ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. സിനിമാ കോൺക്ലേവ് സമാപന സമ്മേളന വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശമാണ് വിവാദമായത്. ഉടൻ തന്നെ സംഗീത നാടക അക്കാദമി അംഗമായ പുഷ്പവതി എതിർ ശബ്ദമുയർത്തി. എതിർപ്പ് എന്തുകൊണ്ട് എന്നതിന് പുഷ്പവതിയുടെ മറുപടി ഇങ്ങനെ. സദസ്സിൽ നിന്ന് ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രയാസം തോന്നിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയോട് പല ആളുകളും, ഒത്തിരി ആളുകൾ അത് കൈയടിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. വേദിയിലെ പ്രസംഗത്തിനിടെ തന്നെ മന്ത്രി സജി ചെറിയാൻ അടൂരിനെ തിരുത്തി. എല്ലാ ബഹുമാനം എനിക്ക് അടൂർ സാറിനോടുണ്ട്. സാറ് പറഞ്ഞെല്ലാം നല്ല സജഷനാണെങ്കിൽ ഈ SC/ST വനിതാ സാറേ ഇപ്പോൾ സിനിമ എന്ന് എടുക്കാൻ ഈ 1.5 കോടിയോടൊന്നും പറ്റത്തില്ല. പ്രശ്നം അതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 98 വർഷമായി ഈ വസ്തുതയാണ്.
അതിന് ഈ ഗവൺമെൻറ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക, 4 സിനിമ ഇറക്കിയപ്പോൾ ഇപ്പോൾ 2 സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവുക. മാധ്യമങ്ങളോട് പക്ഷേ പ്രസ്താവനയെ ന്യായീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയിലല്ല. അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു സിനിമാ രംഗത്തെ അധികായകനല്ലേ. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തെ നമ്മളെന്തിനാ പിന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? ഇവിടെ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാവുന്ന വേദിയാണ്. ആ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കും. വേദിയിൽ വെച്ച് ശ്രീകുമാരൻ തമ്പിയും അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചു. 26 സിനിമകൾ നിർമ്മിച്ചു. അധികം കൊമേഴ്ഷ്യൽ സിനിമകളാണ്. അത് ഞാൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വ്യാപക എതിർപ്പാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയരുന്നത്. 24 തിരുവനന്തപുരം. ലഹരി ഇടപാട് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പിടിയിലായ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ സഹോദരൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പി കെ ഫിറോസ് പറഞ്ഞു. പി കെ ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് പി കെ ബുജൈറിനെ പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ വാഹന പരിശോധനയ്ക്കിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. പി കെ ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. ബുജൈറിന്റെ വാഹനത്തിൽ നിന്ന് കഞ്ചാവ് പൊതിയുന്ന കടലാസും അനുബന്ധ സാമഗ്രികളും പിടികൂടി. സഹോദരനെ സംരക്ഷിക്കില്ലെന്ന് പി കെ ഫിറോസിന്റെ വിശദീകരണം. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാം. പി കെ ഫിറോസിനെതിരെ ബിനീഷ് കോടിയേരും കെ ടി ജലീലും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. പി കെ ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 24 കോഴിക്കോട്. ലഹരി ഇടപാട് പരിശോധനയ്ക്കിടെ സഹോദരൻ അറസ്റ്റിലായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ CPIM രംഗത്ത്. പി കെ ബുജൈറിന്റെ കൂട്ടുപ്രതി റിയാസിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് CPIM നേതാക്കളാണെന്ന് ഫിറോസ് കള്ളം പ്രചരിപ്പിക്കുന്നതായി കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈപ്പു പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. SKN 2ാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് തുടക്കം. SKN 40യുടെ 2ാം ഘട്ടമായ ജ്യോതിർഗമയയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചടങ്ങിന് ആശംസകൾ നേർന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്നതാണ് 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN 40യുടെ 2ാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. അന്ന് കണ്ട പല കാര്യങ്ങളും നമ്മളെ നടുക്കി. നമ്മൾ പലതും ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഏറ്റവും അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുകയാണ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN 40 2ാം ഘട്ടമായ ജ്യോതിർഗമയയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. പ്രചാരണ പരിപാടിക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി 2ാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി MB രാജേഷ് അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജ്യോതിർഗമയയ്ക്ക് ആശംസ നേർന്നു. 24-ൽ രാവിലെ 11-ന് തുടങ്ങിയ ജ്യോതിർഗമയയിൽ വിവിധ കലാപരിപാടികളും കുട്ടികളുടെ സിംപോസിയവും നടന്നു. സംസ്ഥാനത്തെ 1001 സ്കൂളുകളിലും കോളേജുകളിലുമായി 1 വർഷം നീളുന്ന പരിപാടികളോടെയാണ് ജ്യോതിർഗമയ സംഘടിപ്പിക്കപ്പെടുന്നത്.
അറിവാണ് ലഹരി എന്ന് കേരളത്തെ പഠിപ്പിച്ച മഹാഗുരു പ്രൊഫസർ M.K. സാനുവിന് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ജ്യോതിർഗമയയ്ക്ക് തുടക്കം കുറിച്ചത്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവർ അടക്കമുള്ളവർ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24. കേരളത്തിന്റെ സാംസ്കാരിക ലോകത്ത് പ്രൊഫസർ M.K. സാനുമാഷ് ഇനി തിളക്കമേറിയ നക്ഷത്രം. വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിലായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രൊഫസർ M.K. സാനുവിന് ആദരമർപ്പിച്ചു. അറിവിന്റെ കടലാഴമായിരുന്ന പ്രൊഫസർ M.K. സാനുമാഷിന് കേരളം വിട നൽകി. മലയാള സാംസ്കാരിക ജീവിതത്തിലെ സൗമ്യദീപ്തം ഇനി അസ്തമിക്കാത്ത വഴിവെളിച്ചം. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എറണാകുളം കാരിക്കാമുറിയിലെ വസതിയായ സന്ധ്യയിലും ടൗൺ ഹാളിലും നിരവധി പേരാണ് പ്രിയപ്പെട്ട സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മന്ത്രിമാർ, നേതാക്കൾ, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഗോവ മുൻ ഗവർണർ P.S. ശ്രീധരൻപിള്ള, 24 വേണ്ടി P.P. ജെയിംസ്, അനുജ രാജേഷ് തുടങ്ങിയവരും സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു പ്രൊഫസർ M.K. സാനുവിന്റെ വിയോഗം. അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങി 8 പതിറ്റാണ്ടിലേറെ നിറഞ്ഞുനിന്ന ജീവിതമായിരുന്നു M.K. സാനുവിന്റേത്. 24 കൊച്ചി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.